ഹലോ ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു സൈലം ലേണിംഗ്. ഇറ്റ്സ് മീ റിമാമിസ് ആണ്. മക്കളെ, നമ്മൾ ഓണം എക്സാം കഴിഞ്ഞതിന് ശേഷം നമ്മൾ പബ്ലിക് ലൈവ് ഒന്നും വന്നിട്ടില്ല അല്ലേ, സോഷ്യൽ സയൻസിൻ്റെ. അപ്പം നമ്മളിതാ പുതിയ ചാപ്റ്റർ തുടങ്ങാൻ പോവാണ്. 10-ാം തീയതി നമുക്ക് 7 മണിക്ക് നമ്മുടെ പബ്ലിക് ലൈവ് 1 ഷോട്ട് ലൈവ് ഉണ്ട്. എന്താണ് ചാപ്റ്ററിൻ്റെ പേരെന്ന് മിസ് പറയേണ്ട ആവശ്യമില്ലല്ലോ. യെസ്, കൾച്ചർ ആൻഡ് കൾച്ചറൽ ഡൈവേഴ്സിറ്റീസ് എന്ന ചാപ്റ്റർ ആയിരിക്കും നമ്മൾ എടുക്കാൻ പോകുന്നത്. അതിൽ നമുക്ക് മെയിനായിട്ട് പഠിക്കേണ്ട ഒന്നാണ് എന്ത്? യെസ്, കൾച്ചർ, നമ്മുടെ സംസ്കാരം. എങ്ങനെയാണ് ഈ സംസ്കാരം രൂപപ്പെടുന്നത് എന്നുള്ളത് നമ്മൾ നിർബന്ധമായിട്ട് പഠിക്കണം അല്ലേ. അപ്പം എങ്ങനെയാണ് സംസ്കാരം രൂപപ്പെടുന്നത്? യെസ്, നമ്മുടെ ഭക്ഷണം, നമ്മൾ കഴിക്കുന്ന ഭക്ഷണം ആയിക്കോട്ടെ, നമ്മുടെ എന്താണ് വേഷം, ഭാഷ, ഇതൊക്കെ കൂടി ചേർന്നാണ് എന്താ നമ്മുടെ സംസ്കാരം രൂപപ്പെടുന്നത്. ഒക്കെ കൂടി ചേർന്നാണ് നമ്മുടെ സംസ്കാരം അല്ലെങ്കിൽ നമ്മുടെ കൾച്ചർ രൂപപ്പെടുന്നത്. ഓക്കെ, അവർ കൾച്ചർ ഈസ് ഫോംഡ് ബൈ ഫാക്ടേഴ്സ് സച്ച് ആസ് ഫുഡ്, ക്ലോത്തിങ് ആൻഡ് ലാംഗ്വേജ്. ഇതൊക്കെ കൂടി ചേർന്നാണ് നമ്മുടെ സംസ്കാരം അല്ലെങ്കിൽ നമ്മുടെ കൾച്ചർ രൂപപ്പെടുന്നത് അല്ലേ. നമ്മൾ കഴിക്കുന്ന ഫുഡ് ആയിക്കോട്ടെ, നമ്മുടെ കൾച്ചർ എന്ന് പറയുന്നത് എന്താണ്? യെസ്, നമ്മൾ ചോറും കറിയും മീൻകറി കപ്പപ്പുഴുക്ക് ഇതൊക്കെ കഴിക്കില്ലേ. അപ്പോൾ നമ്മുടെ വേറൊരു സ്ഥലത്തുള്ള കൾച്ചറാണെങ്കിൽ നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? നമ്മുടെ ഗുജറാത്തും രാജസ്ഥാനൊക്കെ ആണെങ്കിൽ അവിടെ റൊട്ടിയൊക്കെ ആയിരിക്കില്ലേ ഉണ്ടാവും. അപ്പോൾ ഫുഡിൻ്റെ കാര്യത്തിൽ വ്യത്യാസമുണ്ട്, വസ്ത്രത്തിൻ്റെ കാര്യത്തിലുണ്ടാവും, ലാംഗ്വേജ് അല്ലേ. നമ്മുടെ കേരളത്തിൽ മലയാളമാണ്, പക്ഷേ ഗുജറാത്തിലൊക്കെ എന്താ ഹിന്ദി ആയിരിക്കും അല്ലേ. അപ്പോൾ എന്താണ്? യെസ്, കൾച്ചർ നമ്മുടെ എന്താണ് വ്യത്യാസപ്പെടുന്നുണ്ട് അല്ലേ. അപ്പോൾ നമ്മുടെ കൾച്ചർ എങ്ങനെയാണ് രൂപപ്പെടുന്നത്? യെസ്, നമ്മുടെ ലാംഗ്വേജ്, നമ്മുടെ വസ്ത്രം, ഇതൊക്കെ കൂടി ചേർന്നാണ് നമ്മുടെ കൾച്ചർ രൂപപ്പെടുന്നത് അല്ലേ. അപ്പോൾ ഓരോരുത്തർക്കും ഓരോ കൾച്ചർ ഉണ്ടാവും. The way we think and act is also part of culture. അതുപോലെ നമ്മൾ ചിന്തിക്കുക അല്ലെ, നമ്മൾ ചിന്തിക്കുകയും നമ്മൾ പ്രവർത്തിക്കുകയും ചെയ്യുന്നത് എന്താണ്? സംസ്കാരത്തിന്റെ ഭാഗമാണ്. ഓക്കെ, നമ്മൾ ഓരോരുത്തരും എന്താണ് തിങ്ക് ചെയ്യുന്നതും നമ്മൾ ആക്ട് ചെയ്യും, നമ്മൾ പ്രവർത്തിക്കുന്നതൊക്കെ എന്താണ്? യെസ്, കൾച്ചറിന്റെ ഭാഗമാണ്. ഇതൊക്കെ കൾച്ചറായിട്ട് വേണം. നമ്മുടെ ഭാഷ, നമ്മുടെ ലാംഗ്വേജ്, നമ്മുടെ വസ്ത്രം, ഇതൊക്കെ നമ്മുടെ കൾച്ചറായിട്ട് ബന്ധമുള്ളതാണ്. അതുപോലെ നമ്മൾ ചിന്തിക്കുകയും നമ്മൾ പ്രവർത്തിക്കുകയും ചെയ്യുന്ന കാര്യങ്ങളൊക്കെ കൾച്ചറായിട്ട് റിലേറ്റഡ് ആണ്. അതുപോലെ കൾച്ചർ ഈസ് സംതിങ് വി ഇൻഹെറിറ്റ് ട്രഡീഷണലി ആസ് മെമ്പേഴ്സ് ഓഫ് സൊസൈറ്റി. അതായത് സമൂഹത്തിലെ അംഗങ്ങൾ എന്ന നിലയിൽ നമുക്ക് പരമ്പരാഗതമായിട്ട് ലഭിക്കുന്നത്. സമൂഹത്തിൽ ഓൾറെഡി ഒരു സംസ്കാരം അവിടെ അച്ചടിച്ച് വെച്ചിട്ടുണ്ടാവില്ലേ, അതും യെസ്, അത് നമുക്ക് പരമ്പരാഗതമായി ലഭിക്കുന്നത് കൂടിയാണ് സംസ്കാരം അല്ലെങ്കിൽ കൾച്ചർ എന്ന് പറയുന്നത്. അതുപോലെ നമ്മുടെ എല്ലാ നേട്ടങ്ങളും, മനുഷ്യരുടെ എല്ലാ നേട്ടങ്ങളും സംസ്കാരം എന്ന് പറയാം. ഓൾ ദ അച്ചീവ്മെന്റ്സ് ഓഫ് ഹ്യൂമാനിറ്റി ക്യാൻ ബി ടേംഡ് ആസ് കൾച്ചർ എന്ന് നമുക്ക് പറയാം. ഓക്കെ, അപ്പോൾ കൾച്ചർ എന്ന് പറയുന്നത് നമ്മുടെ വസ്ത്രം, നമ്മുടെ ലാംഗ്വേജ്, നമ്മുടെ ഫുഡ്, നമ്മുടെ ബിഹേവിയർ അല്ലേ, നമ്മുടെ പ്രവൃത്തി, ഇതൊക്കെ നമ്മുടെ നേട്ടങ്ങൾ, നമ്മുടെ അച്ചീവ്മെൻറ്റ്സ്, ഇതൊക്കെ കൂടി ചേർന്നാണ് സംസ്കാരമായിട്ട് നമ്മൾ പറയുന്നത്. അതുപോലെ സോഷ്യലൈസേഷൻ എന്ന് പറയുന്നത് എന്താ അറിയോ? നമ്മൾ സമൂഹത്തിൽ എങ്ങനെ ഇൻട്രാക്ട് ചെയ്യണം, നമ്മൾ എങ്ങനെ ബിഹേവ് ചെയ്യണം, ഇതൊക്കെ നമ്മൾ പഠിച്ചെടുക്കുന്ന ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ സോഷ്യലൈസേഷൻ അല്ലെങ്കിൽ സാമൂഹീകരണം എന്ന് വിളിക്കുന്നത്. അതായത് നമ്മൾ മുതിർന്നവരെ കാണുമ്പോൾ എങ്ങനെ ഇൻട്രാക്ട് ചെയ്യണം, അല്ലെങ്കിൽ അവരോട് എങ്ങനെ ബിഹേവ് ചെയ്യണം, നമ്മൾ പബ്ലിക്കിന് മുമ്പിൽ എങ്ങനെയൊക്കെ പ്രവർത്തിക്കണം, ഇതൊക്കെ നമ്മൾ പഠിക്കുന്നത് ഒരു സോഷ്യലൈസേഷനിലൂടെ, ആ ഒരു പഠന പ്രക്രിയയിലൂടെ നമ്മളിങ്ങനെ പഠിച്ചുകൊണ്ടിരിക്കുകയാണ് അല്ലേ. ജനനം മുതൽ മരണം വരെ നമ്മൾ സോഷ്യലൈസേഷനിലൂടെ ഇങ്ങനെ പഠിച്ചുകൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത്. നമ്മൾ ജീവിക്കുന്ന സമൂഹത്തിൽ നാം എങ്ങനെ പെരുമാറണമെന്നും ഇടപെടണമെന്നും പഠിച്ചെടുക്കുന്ന പ്രക്രിയയാണ് സാമൂഹികരണം. കണ്ടോ, നമ്മൾ ഒരുമിച്ച് ഫുഡ് കഴിക്കാതെ കണ്ടോ, എല്ലാവരും കണ്ടോ, നമ്മളെ ഇതിലൂടെയൊക്കെ നമ്മളെ ഫാമിലി, നമ്മുടെ സുഹൃത്തുക്കള്, നമ്മുടെ മീഡിയ അല്ലെ, ഇതൊക്കെ എഡ്യൂക്കേഷനിലൂടെ ഒക്കെ നമ്മൾ ഇങ്ങനെ ആർജിച്ചുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, നോക്കിക്കോ, സോഷ്യലൈസേഷൻ ഈസ് ദ ലേണിംഗ് പ്രോസസ് ത്രൂ വിച്ച് വി ലേൺ ഹൗ ടു ബിഹേവ് ആൻഡ് ഇൻട്രാക്ട് വിത്തിൻ ദ സൊസൈറ്റി വി ലിവ് ഇൻ. നമ്മൾ ജീവിക്കുന്ന സമൂഹത്തിൽ നമ്മൾ എങ്ങനെ ഇൻട്രാക്ട് ചെയ്യണം, നമ്മളെങ്ങനെ ബിഹേവ് ചെയ്യണം എന്നൊക്കെ ഈ ഒരു സോഷ്യലൈസേഷനിലൂടെ നമ്മൾ പഠിച്ചെടുക്കുകയാണ് ചെയ്യുന്നത് അല്ലേ. അപ്പോൾ ജനനം മുതൽ നമ്മളിങ്ങനെ പഠിച്ചെടുത്തോണ്ടിരിക്കുകയാണ്. അതായത് ഇറ്റ് ബിഗിൻസ് അറ്റ് ബർത്ത് ആൻഡ് കണ്ടിന്യൂസ് ത്രൂ ഔട്ട് അവർ ലൈഫ്. നമ്മൾ മരണം വരെ നമ്മൾ ഓരോന്ന് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. സോഷ്യലൈസേഷനിലൂടെ നമ്മളിങ്ങനെ ഇടപഴകുന്നവരോട് പഠിച്ചുകൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത്. അത് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നവർ ആരൊക്കെയാണ്? യെസ്, നമ്മുടെ ഫാമിലി, എഡ്യൂക്കേഷൻ, പിയേഴ്സ്, മീഡിയ ആൻഡ് സോ ഓൺ ആർ ഫാക്ടേഴ്സ് ദാറ്റ് ഹെൽപ്പ് ദ സോഷ്യലൈസേഷൻ പ്രോസസ്. ഈ ഒരു സാമൂഹിക പ്രക്രിയയിൽ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നതാണ് നമ്മുടെ കുടുംബം. കുടുംബത്തിൽ നിന്നല്ലേ നമ്മൾ പല കാര്യങ്ങളും പഠിച്ചെടുക്കുക. കുടുംബത്തിൽ നമ്മുടെ പാരൻസ് നമ്മളോട് പറയുക, മൂത്തവരെ കാണുമ്പോൾ എഴുന്നേറ്റ് നിൽക്കുക, നമ്മൾ ആരെയും കാണുമ്പോൾ നമ്മൾ ജസ്റ്റ് നമസ്തേ പറയുക, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ പഠിക്കുന്നത് എങ്ങനെയാണ്? യെസ്, കുടുംബത്തിൽ നിന്നാണ്.
എന്താണ്, അതുപോലെ വിദ്യാഭ്യാസം എഡ്യൂക്കേഷനിലൂടെ പഠിക്കുന്നുണ്ട്, നമ്മുടെ സുഹൃത്തുക്കളിലൂടെ അല്ലെ, നമ്മുടെ സമപ്രായക്കാരിലൂടെ, മീഡിയയിലൂടെ അല്ലെ, നമ്മൾ പലരെയും കുറിച്ച് അറിയുന്നില്ലേ. അപ്പൊ ഇതൊക്കെ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുക അല്ലെ. അപ്പൊ സോഷ്യലൈസേഷൻ എന്താണ്? സോഷ്യലൈസേഷൻ ഏതൊക്കെ ഇതിലടാ? യെസ്, സോഷ്യലൈസേഷനെ സഹായിക്കുന്ന അല്ലെങ്കിൽ സോഷ്യലൈസേഷൻ എന്താണ്, ഹെൽപ്പ് ചെയ്യുന്ന ഘടകങ്ങളാണ് നമ്മുടെ ഫാമിലിയും നമ്മുടെ സുഹൃത്തുക്കളും നമ്മുടെ മീഡിയ, നമ്മുടെ എഡ്യൂക്കേഷൻ. ഓക്കെ, അപ്പൊ ഇത് നിങ്ങൾ നിർബന്ധമായിട്ട് അറിഞ്ഞിരിക്കുക. നമ്മുടെ കൾച്ചർ എന്താണ്, നമ്മുടെ എങ്ങനെയാണ് സാമൂഹീകരണത്തിലൂടെ എങ്ങനെയാണ് നമ്മളൊക്കെ ഓരോ കാര്യങ്ങൾ പഠിച്ചെടുക്കുന്നത്, ജസ്റ്റ് നിങ്ങൾ കോമൺ ആയിട്ടൊന്ന് ജസ്റ്റ് അറിഞ്ഞിരുന്നാൽ മതി കേട്ടോ. അപ്പൊ ഈ ഒരു ചാപ്റ്റർ നമുക്ക് സെറ്റ് ആക്കണം 10-ാം തീയതി. ഓക്കെ, അപ്പൊ ഇതേപോലത്തെ കോണ്ടന്റുകളായിട്ട് മിസ് ഇനിയും വരും. ബൈ ഗൈസ്.